ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. അപ്പം ഇതിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5. അപ്പം ഇതിൽ എയും ബിയും ആയിട്ട് എൻ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എ ഈക്വൽ ടു 2 എന്നും ബി ഈക്വൽ ടു 3 എന്നും എടുക്കും. അപ്പോൾ എഫ് ഓഫ് എ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് 2 എടുത്തു കഴിയുമ്പോൾ 8 മൈനസ് 4 മൈനസ് 5 മൈനസ് 1 കിട്ടും. എഫ് ഓഫ് 3 എടുത്തു കഴിഞ്ഞാൽ 27 മൈനസ് 6 മൈനസ് 5 27 മൈനസ് 11 16 കിട്ടും. അത് കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി ലെസ് ദാൻ 0 എന്നാവും. അപ്പം ഇനി അതിൽ നിന്ന് x1 എന്നുള്ള മെത്തേഡ് x1 എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കുക. x1 എന്നുള്ളത് 2 ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് 3 ഇൻറ്റു എഫ് ഓഫ് എ ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞെടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടും. അവിടെ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് x1 കിട്ടും. ഇനി അപ്പൊ അടുത്ത റൂട്ട് നമുക്ക് കിടക്കുന്നത് x1-ന്റെയും 3-ന്റെയും ഇടയിലാണ്. നെക്സ്റ്റ് അപ്രോക്സിമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 എന്ന് പറയുന്നത് ഇതേ സെയിം മെത്തേഡിൽ x1 ഈക്വൽ ടു എ എന്നുള്ളത് പോയിന്റും 3 ഈക്വൽ ടു ബി എന്നുള്ള പോയിന്റും ആയിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ 2.058823529 3യും എടുത്തിട്ട് നെക്സ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് 2.08126 എന്നുള്ള പോയിന്റ് കിട്ടും. അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് റൂട്ട് അപ്പോൾ x2-ന്റെയും 3-യുടെയും ഇടയിലാണ് കിടക്കണേന്ന് കിട്ടും. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു എ എന്നും 3 ഈസ് ഈക്വൽ ടു ബി എന്നും എടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x3 എന്നുള്ളത് കിട്ടും. x3 ഈസ് ഈക്വൽ ടു 2.089639211 കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടി? x2 ഈസ് ഈക്വൽ ടു എ, x3 ഈസ് ഈക്വൽ ടു ബി എന്ന്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് x4 ഈസ് ഈക്വൽ ടു 2.092739575 എന്നും x5 ഈസ് ഈക്വൽ ടു 2.0938839 എന്നും കിട്ടും. x6 ഈക്വൽ ടു 2.094305452 എന്നും കിട്ടും. x7 ഈസ് ഈക്വൽ ടു 2.07094460846 എന്നും കിട്ടും. x7 ആണ് കറക്റ്റ് ടു 5 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്. അതാണ് കറക്റ്റ് വാല്യൂവിന് ക്ലോസർ ആയിട്ടുള്ള വാല്യൂ. അപ്പം അതായിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് എറർ അനാലിസിസ് ഫോർ ഐട്രേറ്റീവ് മെത്തേഡ്സ് നോക്കാം. എറർ അനാലിസിസ് ഫോർ ഐട്രേറ്റീവ് മെത്തേഡ്സ് നിങ്ങളുടെ ബുക്കിൽ 35th പേജിലുണ്ട്. അപ്പോൾ എറർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സപ്പോസ് നമുക്ക് ഒരു സീക്വൻസ് ഉണ്ട്, പി എന്ന് പറഞ്ഞിട്ടൊരു സീക്വൻസ് ഉണ്ട്. അത് പി എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് എല്ലാ എന്നിനും പി എന്ന് പി അല്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് പോസിറ്റീവ് കോൺസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യാണ്, ലാംഡയും ആൽഫയും.
രണ്ട് പോസിറ്റീവ് കോൺസ്റ്റൻസ് ലാംഡയും ആൽഫയും എക്സിസ്റ്റ് ചെയ്യാണ് വിത്ത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി pn+1 minus p by pn minus p whole power alpha equal to lambda. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി pn+1 minus p by pn minus p power alpha equal to lambda എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും pn കൺവേർജസ് ടു p ഓഫ് ഓർഡർ ആൽഫ എന്ന്. ഇതാണ് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന പവർ ആണ് അതിൻ്റെ ഓർഡർ. ഈ ഡിനോമിനേറ്ററിൽ വരുന്ന പവർ ആണ് അതിൻ്റെ ഓർഡർ. അതിൻ്റെ അസിംപ്റ്റോട്ടിക് എറർ കോൺസ്റ്റന്റ് ആണ് ലാംഡ. അസിംപ്റ്റോട്ടിക് എറർ കോൺസ്റ്റന്റ് ആണ് ലാംഡ. ഓക്കെ, ഇനി ഒരു ഐട്രേറ്റീവ് ടെക്നിക്ക് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യാറില്ലേ, pn ഈസ് ഈക്വൽ ടു g ഓഫ് pn-1. ഒരു പോയിന്റ് എടുത്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഒരു സീക്വൻസിൽ ഒരു പോയിന്റ് എടുത്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് ഈ g ഓഫ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ്, g ഓഫ് സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറില്ലേ. അത് iterative technique of the form pn is equal to g of pn-1 is said to be of order alpha if the sequence pn converges to the solution p is equal to g of p of order alpha. p is equal to g of p of order alpha ആയിട്ടാണ് വരുന്നത് എങ്കിൽ അത് converges to solution p എന്ന് പറയും ഓഫ് ഓർഡർ ആൽഫ. ആ ഓർഡർ ആൽഫ എന്നുള്ളതിൻ്റെ കണ്ടീഷനാണ് ഇപ്പൊ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി pn+1 minus p by pn minus p ഹോൾ പവർ ആൽഫ ഈക്വൽ ടു ലാംഡ. ലാംഡ ഒരു അസിംപ്റ്റോട്ടിക് എറർ കോൺസ്റ്റന്റ് ആണ്. ഇൻ ജനറൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ ഓർഡർ കൺവേർജൻസ് ഉള്ള ഒരു, അതായത് ആൽഫ ഹയർ വാല്യൂ ആയിട്ടുള്ള ഒരെണ്ണത്തിന് റാപ്പിഡ് കൺവേർജൻസ് ഉണ്ടാവും, ലോവർ വാല്യൂ ആയിട്ടുള്ളതിന് അത്രയും റാപ്പിഡ് അല്ല, സ്മോളർ കൺവേർജൻസും ആണ് ഉണ്ടാവുക. അസിംപ്റ്റോട്ടിക് കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് കൺവേർജൻസിനെ അഫക്റ്റ് ചെയ്യും, പക്ഷെ ഓർഡർ അഫക്റ്റ് ചെയ്യുന്ന അത്രയും ലാംഡ അഫക്റ്റ് ചെയ്യില്ല. ഈ ഓർഡർ ആൽഫയാണ് സ്പീഡ് ഓഫ് കൺവേർജൻസിനെ ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, ലാംഡ അധികം അഫക്റ്റ് ചെയ്യില്ല. ഈ രണ്ട് സ്പെഷ്യൽ കേസസ് നമ്മൾക്ക് പറഞ്ഞു തരാം. ഒന്ന് ആൽഫ ഈക്വൽ ടു 1. ആൽഫ ഈക്വൽ ടു 1 ആവുമ്പോൾ ലാംഡ ലെസ് ദാൻ 1 കൂടെ ആവണം. ആ കേസിനെ നമ്മൾ ലീനിയർലി കൺവേർജന്റ് എന്ന് പറയും. ആൽഫ ഈക്വൽ ടു 2 ആവുമ്പോൾ ക്വാഡ്രാറ്റിക്കലി കൺവേർജന്റ് എന്നും പറയും. ഇനി ഒരു ഇല്ലസ്ട്രേഷൻ പറയാം. സപ്പോസ് pn is linearly convergent to 0. സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ലിമിറ്റ് pn+1 by pn എന്ന് പറയുന്നത് 0.5. ഇനി pn ബാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ pn ടിൽഡ ഈ വായിക്കുന്നത് ഈസ് ക്വാഡ്രാറ്റിക്കലി കൺവേർജന്റ് ടു 0 and with asymptotic error constant limit n tends to infinity pn+1 bar by pn bar is equal to 0.5. For simplicity നമ്മൾ ഇങ്ങനെ എഴുതുന്നു, ഈ വാല്യൂ .5 ആണെന്നും pn+1 bar by pn bar equal to approximately equal to 0.5 ആണെന്നും നമ്മൾ എഴുതണം. ഇനി ലീനിയർ കൺവേർജൻസിൽ എന്താ സംഭവിക്കുന്നത്? pn-0, അതായത് pn-0 എന്ന് പറയുന്നത് pn തന്നെയാണ്. അത് നമ്മളുടെ ഇപ്പോൾ
Pn plus 1 by Pn എഴുതുന്നതിന് പകരം നമുക്ക് Pn by Pn minus 1 എഴുതാലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ സീക്വൻസ് ആണ്. അപ്പോൾ ഒരു നമ്പർ കുറയ്ക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ Pn by Pn minus 1 എഴുതി. അപ്പോൾ Pn is equal to Pn minus 1 into 0.5 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Pn is equal to 0.5 into Pn minus 1. അത് നെക്സ്റ്റ് ടേം എഴുതുമ്പോൾ 0.5 into 0.5 into Pn minus 2 എന്ന് എഴുതി. അപ്പൊ 0.5 സ്ക്വയർ ആയി. അതങ്ങനെ പോകുമ്പോൾ 0.5 റൈസ് ടു n p0 വരെ വരും. പക്ഷെ ക്വാഡ്രാറ്റിക് കൺവേർജൻസിന്റെ പ്രൊസീജിയർ അങ്ങനെയല്ല. ക്വാഡ്രാറ്റിക് കൺവേർജൻസിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ Pn minus 1 സ്ക്വയർ ഉണ്ട്. കാരണം അവിടെ Pn by Pn minus 1 റൈസ് ടു ആൽഫ. ആൽഫ is equal to 2 ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ വരും. 0.5 into Pn minus 1 ബാർ സ്ക്വയർ വരും. അടുത്ത ടേമിൽ 0.5 വരും. പിന്നെ ഈ ടേമിന്റെ സ്ക്വയർ ആണ് വരിക. ഈ ടേമിന്റെ സ്ക്വയർ ആണ് വരിക. അപ്പൊ 0.5 into Pn minus ഈ ടേമില് Pn minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കേട്ടോ. Pn minus 2 സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പൊ എന്താവും? 0.5 3 ടൈംസ് വരും. Pn minus 2 ബാർ ഒരു സ്ക്വയർ ഓൾറെഡി ഉണ്ടാവും. ഇതില് ഈ പൊസിഷനിൽ Pn minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ടേമിന്റെ സ്ക്വയറും ഇൻറ്റു ഒരു 0.5 കൂടിയാണ് വരുന്നത്. കാരണം ഡിനോമിനേറ്ററിൽ 0.5 ഇൻറ്റു Pn minus 2 സ്ക്വയർ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടേക്ക് ഡിനോമിനേറ്ററിൽ 0.5 ഇൻറ്റു Pn minus 2 സ്ക്വയർ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു സ്ക്വയറും കൂടെ വരും. അപ്പൊ 0.3 ഹോൾ ക്യൂബ് ഇൻറ്റു Pn minus 2 ബാർ ഹോൾ റൈസ് ടു 4 എന്ന് വരും. അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 0.5 ഹോൾ ക്യൂബ് വീണ്ടും ഒരു 0.5 ഇൻറ്റു Pn minus 3 സ്ക്വയർ ഹോൾ റൈസ് ടു 4 വരും. അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 0.5 റൈസ് ടു 7 Pn minus 3 ബാർ ഹോൾ റൈസ് ടു 8 എന്ന് വരും. വീണ്ടും അതങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഫൈനൽ ടേം വരിക 0.5 റൈസ് ടു 2n minus 1. ഇവിടെ ഫോർത്ത് ടേമിന് 7 വന്നു. അതിന് മുന്നേ തേർഡ് ടേമിന് ഇവിടെ 3 വന്നു. അപ്പോ ഇവിടെ nth ടേം വരുമ്പോ 2n minus 1 Pn bar P0 bar n സ്റ്റെപ്സ് ആവുമ്പോൾ P0 ആവും. P0 ബാർ ഓർ റൈസ് ടു 2 power n. ഇവിടെ 2 ആയിരുന്നു, 4 ആയി, 8 ആയി, അവസാനം 2 റൈസ് ടു n ആവും. അപ്പൊ ഇതാണ് ക്വാഡ്രാറ്റിക് കൺവേർജൻസിന്റെ ഡിസ്ക്രിപ്ഷൻ, ഇല്ലസ്ട്രേഷൻ. ഇനി അതിന്റെ ഒരു ടേബിള് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, table illustrates the relative speed of convergence of the sequences to 0 if P0 is equal to P0 bar mod P0 equal to mod P0 bar is equal to 1. ടേബിൾ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇത് Pn വാല്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഫസ്റ്റ് വാല്യൂ 5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 1 വരും. പിന്നെ 2.5 വരും, 1.25 വരും, 6.25 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 വരും. ഇവിടെ ജസ്റ്റ് ഹാഫ് ആയിട്ട് എടുത്ത് വരും. ഇവിടെ അങ്ങനെയല്ല, ഇൻറ്റു 2 റൈസ് ടു n മൈനസ് 1 ആണ്. Pn ബാർ ഇൻറ്റു 0.5 ഇൻറ്റു 2 റൈസ് ടു n മൈനസ് 1. ആ രീതിയിലായിരിക്കും ഇവിടുത്തെ വാല്യൂസ് പോവുക. അപ്പൊ ഇവിടെ 7 വാല്യൂസ് എത്തുമ്പോഴാണ് ക്വാഡ്രാറ്റിക് കൺവേർജൻസിൽ കറക്റ്റ് വാല്യൂ വരുന്നത്. ക്വാഡ്രാറ്റിക്കലി കൺവേർജൻസ് സീക്വൻസ് ഈസ് വിതിൻ 10 റൈസ് ടു മൈനസ് 38 ഓഫ് 0 by 7th ടേം. 10 റൈസ് ടു 5 പോയിന്റ് സംതിങ് ഇൻറ്റു 10 റൈസ് ടു മൈനസ് 39. അതായത് 10 റൈസ് ടു മൈനസ് 38ന്റെ അകത്ത് വരുന്നുണ്ട്.
സെവൻത്ത് സ്റ്റെപ്പിൽ. പക്ഷെ സെവൻത്ത് സ്റ്റെപ്പിൽ ലീനിയർ കൺവേർജൻസിൽ നോക്കൂ 10⁻³ വരുന്നുള്ളൂ. ഇനി ക്വാഡ്രാറ്റിക്കലി കൺവേർജൻറ്റ് സീക്വൻസ് 10⁻38 വരുന്നുണ്ട്. ഇനി ലീനിയർ കൺവേർജൻസിൽ 10⁻38 അറ്റൈൻ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 126 ടേംസ് എങ്കിലും വേണം. ഇവിടെ സെവൻത്ത് ടേമിൽ ക്വാഡ്രാറ്റിക് കൺവേർജൻസിൽ അറ്റൈൻ ചെയ്തത് ലീനിയർ കൺവേർജൻസിൽ അറ്റൈൻ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 126 ടേംസ് എങ്കിലും വേണം. അതായത് ഇവിടെ നമ്മൾ ഈ ടേബിളിൽ 126 സ്റ്റെപ്സ് എങ്കിലും എഴുതി കഴിഞ്ഞാൽ 10⁻38 ഉള്ളിൽ ആ വാല്യൂ കിടക്കുള്ളൂ. പിന്നെ ലീനിയർലി കൺവേർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ക്വിക്കായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വാഡ്രാറ്റിക് കൺവേർജൻസിൽ നടക്കും. പക്ഷെ നെക്സ്റ്റ് റിസൾട്ട് ഇംപ്ലൈസ് ആൻ ആർബിട്രറി ഫിക്സഡ് പോയിന്റ് ടെക്നിക് ദാറ്റ് ജനറേറ്റ്സ് കൺവേർജൻസ് സീക്വൻസ് ഡസ് സോ ഓൺലി ലീനിയർലി മാത്രം കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസുകളുടെ ഒരു ഫിക്സഡ് പോയിന്റ് ടെക്നിക്കാണ് നമ്മൾ അടുത്ത തിയറത്തിൽ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് ജി, ഇത് നമ്മൾ നേരത്തെ പഠിച്ച അതേ കണ്ടീഷൻസ് ആണ്. ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എ ബി. ജി ഓഫ് എക്സ് എ ബിയിൽ കിടക്കാണ്. ഫോർ ഓൾ എക്സ് ബിലോങ് ടു എ കോമ ബി. സപ്പോസ് ഇൻ അഡീഷൻ ജി ഡാഷ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ സ്മോൾ എ കോമ ബി and that positive constant k less than 1 exists with g dash of x less than or equal to k for all x belong to AB. Then g dash of p not equal to 0 for any p not equal to p in AB. The sequence pn is equal to g of pn minus 1 for all n greater than or equal to 1 converges only linearly to the unique fixed point p in a comma b. എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? നമ്മൾ ജി എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കുകയാണ്. അതിന്റെ ജി ഓഫ് എക്സ് വാല്യൂസ് ഒക്കെ എ കോമ ബിയിൽ തന്നെ കിടക്കുകയാണ്. കൂടാതെ ജി ഡാഷ് കണ്ടിന്യൂസ് ആണ് ഓപ്പൺ എ ബിയിൽ. പിന്നെ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റിന് ജി ഡാഷ് ഓഫ് എക്സ് അതിനെക്കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇഫ് ജി ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0, ജി ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ എനി p not equal to p in the sequence. അങ്ങനെയാണെങ്കിൽ pn not equal to g of pn minus 1 converges. ഇതാണ് നമ്മുടെ സീക്വൻസ്. pn equal to g of pn minus 1. ഇത് ലീനിയർലി കൺവേർജ് ചെയ്യും ടു എ യുണീക് ഫിക്സഡ് പോയിന്റ് p. യുണീക് ഫിക്സഡ് പോയിന്റ്, നമ്മൾ ഈ ഫിക്സഡ് പോയിന്റ് തിയറം പഠിച്ചതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു തിയറാണിത്. ഇനി ഇതിന്റെ പ്രൂഫ് നോക്കാം. നമുക്ക് ഫിക്സഡ് പോയിന്റ് തിയറം 2.3 എന്ന് അറിയാം. നമ്മൾ ഫിക്സഡ് പോയിന്റ് തിയറം നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സെക്ഷൻ 2.2. അതിൽ നിന്ന് അറിയാം സീക്വൻസ് പിയിലേക്ക് കൺവേർജ് ചെയ്യുന്നുള്ളത്. അത് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു സീക്വൻസ് ജി ഓഫ് പി എൻ ഈസ് ഈക്വൽ ടു പി എൻ പ്ലസ് 1 എന്നുള്ള രീതിയിൽ നമ്മൾ സീക്വൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. ഇനി ജി ഡാഷ് എക്സിസ്റ്റ് ഓൺ എ ബി, അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്തിട്ട് എന്ത് എഴുതാം? പി എൻ പ്ലസ് 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ പി എൻ പ്ലസ് 1നെ നമുക്ക് ജി ഓഫ് പി എൻ എന്ന് വരച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. പി എന്ന് പറയുന്നത് ജി ഓഫ് പി തന്നെയാണ്, ഫിക്സഡ് പോയിന്റ് ആയത് കാരണം. ഇനി ഇത് ജി ഡാഷ് ഓഫ് സീറ്റ എൻ ഇൻറ്റു പി എൻ മൈനസ് പി ആണ്. അത് മീൻ വാല്യൂ തിയറം വെച്ചിട്ടാണ്. ഇവിടെ ഇതിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്. സീറ്റ എന്ന് പറയുന്നത് പി എന്റെയും പിയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു പോയിന്റ്. സിൻസ് പി എൻ കൺവേർജസ് ടു പി, നമുക്ക് അറിയാം സീറ്റ എൻ കൺവേർജിങ് ടു പി. കാരണം എന്താ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കാന്ന് വിചാരിക്കുക. ഇവിടെ പി എൻ
ഇവിടെ സീറ്റ എൻ ഇവിടെ പി. എന്നിട്ട് ഈ പി എന്ന് പറയുന്നത് പിയിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ പി എന്ന് പറയുന്നത് പിയിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ സീറ്റ എന്ന് പറയുന്നതും പിയിലേക്ക് കൺവേർജ് ചെയ്യും. സീറ്റ എന്ന് പറയുന്നതും പിയിലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെയാണ് അത് വരുന്നത്. ഇനി ജി ഡാഷ് കണ്ടിന്യൂസ് ആണ് ഏത് ഓപ്പൺ എ ബിയില്. അപ്പൊ നമുക്ക് ലിമിറ്റ് ജി ഡാഷ് ഓഫ് സീറ്റ എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് പി ആണെന്ന് കിട്ടും. ജി ഡാഷിന്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ട് സീറ്റ ആൻഡ് പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ജി ഡാഷിന്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ട് ലിമിറ്റ് ജി ഡാഷ് ഓഫ് സീറ്റ എന്ന് പറയുന്നത് അപ്പൊ ജി ഡാഷ് ഓഫ് പി എന്ന് കിട്ടുമല്ലോ. ഇനി പി എൻ പ്ലസ് വൺ മൈനസ് പി ബൈ പി എൻ മൈനസ് പിയുടെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ജി ഡാഷ് ഓഫ് സീറ്റ എൻ, അത് ജി ഡാഷ് ഓഫ് സീറ്റ എൻ ഇസ് ഈക്വൽ ടു പി എൻ പ്ലസ് വൺ മൈനസ് പി ബൈ പി എൻ മൈനസ് പി ആണ്. ഈക്വൽ ടു ജി ഡാഷ് ഓഫ് പി ആണെന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ ജി ഡാഷ് ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി പി എൻ പ്ലസ് വൺ മൈനസ് പി ബൈ പി എൻ മൈനസ് പി എന്ന് പറയുന്നത് മോഡ് ജി ഡാഷ് ഓഫ് പി ആണ്. മോഡ് ജി ഡാഷ് ഓഫ് പി ആണ്. അപ്പോ ജി ഡാഷ് ഓഫ് പി നോൺ സീറോ ആണ്. ഫിക്സഡ് പോയിന്റ് iteration exhibits linear convergence with asymptotic error constant ജി ഡാഷ് ഓഫ് പി. അതല്ലേ നമുക്ക് ഈ കണ്ടീഷനിൽ നിന്ന് കിട്ടുന്നത്. ഈ കണ്ടീഷനിൽ നിന്ന് കിട്ടുന്നത് എന്താ? ഇവിടെ ആൽഫയുടെ വാല്യൂ എന്താണ്? 1 ആണ്. ലാംഡയുടെ വാല്യൂ എന്താണ്? ജി ഡാഷ് ഓഫ് പി ആണ്. അപ്പൊ ഈ തിയറം എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? Higher order convergence for fixed point method of the form g of p is equal to p can occur only if g dash of p is equal to 0. g dash of p 0 ആയാൽ മാത്രമേ higher order convergence വരുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ തിയറം നോക്കാം. ഇനി let p be a solution of the equation x is equal to g of x. അപ്പോൾ x is equal to g of x ന്റെ ഒരു സൊല്യൂഷൻ ആണ് p. അതായത് g of p is equal to p. Suppose g dash of p is equal to 0 and g double dash is continuous with g double dash of x less than m on an open interval I containing p. Then there exists a delta greater than 0 such that p naught belong to p minus delta comma p plus delta. The sequence defined by pn is equal to g of pn minus 1 when n greater than or equal to 1 converges at least quadratically to p. Moreover, for sufficiently large values of n, mod pn minus 1 minus p less than m by 2 into pn minus p whole square. എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? പി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സിന്റെ സൊല്യൂഷൻ ആണ്. അതായത് ജി ഓഫ് പി ഇസ് ഈക്വൽ ടു പി ആണ്. ജി ഡാഷ് ഓഫ് പി 0 ആണെന്ന് അസ്യൂം ചെയ്യുക. ജി ഡബിൾ ഡാഷ് കണ്ടിന്യൂസ് ആണ്. ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എം ആണ് ഐ എന്നുള്ള ഇന്റർവെൽ കണ്ടെയ്നിങ് പിയില്. Then there exists a delta greater than 0. ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ പി നോട്ട് ബിലോങ് ടു പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് ഡിഫൈൻഡ് ബൈ പി എൻ ഈസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കൺവേർജസ് അറ്റ്ലീസ്റ്റ് ക്വാഡ്രാറ്റിക്കലി ടു പി. അതായത് പി എൻ ഈസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 ഡിഫൈൻ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ക്വാഡ്രാറ്റിക്കലി പിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് പിയുടെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡിലാണ് പി നോട്ട് കിടക്കുന്നത്. ആൻഡ്
the sequence defined by Pn is equal to G of Pn minus 1 at least quadratically converge ചെയ്യും Pയിലേക്ക്. Moreover, sufficiently large values of n ന് നമുക്ക് ഇങ്ങനെ ഒരു inequality കൂടെ കിട്ടും. Pn plus 1 mod Pn plus 1 minus P less than m by 2 into mod Pn minus P whole square എന്ന്. അതിൻ്റെ പ്രൂഫ് നോക്കാം. നമ്മൾ choose k is equal k in 0, 1 and delta greater than 0 such that on the interval p minus delta p plus delta contained in I we have g dash of x less than or equal to k and g double dash continuous. എന്താ പറയണത്? നമ്മൾ 0, 1 എന്നുള്ള ഇന്റർവെലിനകത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. such that on the interval p minus delta, p plus delta അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന p minus delta, p plus deltയില് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന p minus delta, p plus deltയില് നമ്മൾ k എന്ന് പറയുന്ന 0, 1 ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജി ഡാഷ് ഓഫ് എക്സിന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിട്ടും ജി ഡബിൾ ഡാഷ് കണ്ടിന്യൂസ് ആയിട്ടും കിട്ടും. ജി ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് തിയറം 2.4 സെക്ഷൻ 2.3 ആ യൂസ് ചെയ്ത കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് എന്തായിരുന്നു തിയറം 2.4 let f belong to C2 of A, B when if P belong to open A, B such that f of t is equal to 0 and f dash of t not equal to 0, then there exists a delta greater than 0 such that Newton's method generates a sequence Pn n is equal to 1 to infinity converging to P for any initial approximation P not belong to P minus delta, P plus delta. ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ പ്രകാരം നമുക്ക് പി എൻ എന്നുള്ള സീക്വൻസ് പി മൈനസ് ഡെൽറ്റ, പി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇന്റർവെലിനകത്ത് കിടക്കുന്നതായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് ജി ഓഫ് എക്സിനെ ലീനിയർ ടൈലർ പോളിനോമിയൽ ആക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടാം? ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് പി പ്ലസ് ജി ഡാഷ് ഓഫ് പി into x minus p plus g double dash of theta by 2 x minus p whole square എന്ന് എടുക്കാൻ പറ്റും. where theta lies between x and p. The hypothesis g of p is equal to p and g dash of p is equal to 0 implies that ആ രണ്ട് ഹൈപ്പോത്തസിസ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ലേ? ജി ഓഫ് പി പി ആണെന്നും അതായത് പി ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ ഒരു സൊല്യൂഷൻ ആണെന്നും ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0 ആണെന്നും അത് രണ്ട് കണ്ടീഷൻസും നമ്മൾ ഇവിടെ ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ജി ഓഫ് പി ഈസ് ഈക്വൽ ടു പി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇത് കിട്ടും. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് സീറ്റ ബൈ 2 എക്സ് മൈനസ് പി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇൻ പെർട്ടിക്കുലർ വെൻ എക്സ് ഈസ് ഈക്വൽ ടു പി എൻ പ്ലസ് 1 ഈക്വൽ ടു ജി ഓഫ് പി എൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ പൊസിഷനിൽ പി എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ജി ഓഫ് പി എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി എൻ പ്ലസ് 1 ആണ് എന്ന്. അപ്പോൾ പി എൻ പ്ലസ് 1 ഈക്വൽ ടു ജി ഓഫ് പി എൻ ഈക്വൽ ടു പി പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് സീറ്റ എൻ ബൈ 2 ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സീറ്റ എന്ന് പറയുന്നത് പി എൻ്റെയും
പിയുടെയും ഇടയിൽ കിടക്കുന്ന പോയിന്റ്സ് ആണ്. ദസ് എന്ത് വരും? Pn plus 1 minus P is equal to G double dash of theta n by 2 into Pn minus P whole square എന്ന് വരും. സിൻസ് അത് കഴിഞ്ഞിട്ട് സിൻസ് G mod G dash of x less than or equal to K less than 1 on P minus delta comma P plus delta, G maps P minus delta P plus delta into itself. കാരണം ജിക്ക് ഫിക്സഡ് പോയിന്റ് ഉണ്ട്, അതുകൊണ്ട്. ഇനി ഫിക്സഡ് പോയിന്റ് തിയറത്തിൽ നിന്ന് നമുക്ക് കാൻഡർ ഇന്റർസെക്ഷൻ തിയറം വെച്ചിട്ട് ഈ ഇന്റർവെല്ല്, ഈ പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇന്റർവെല്ല് ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ പി എൻ കൺവേർജസ് ടു പി എന്ന് കിട്ടും. കാരണം പി എന്നിന്റെ ഇന്റർവെല്ലിനകത്താണ് പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇന്റർവെല്ലിനകത്താണ് പി എൻ കിടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പി എന്നിനും ആ ഇന്റർവെല്ലിന് ഡെൽറ്റ ചെറുതായി വരുമ്പോൾ ആ സീക്വൻസ് എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും പി എന്ന് പറയുന്ന സീക്വൻസ് പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. ബട്ട് സീറ്റ എൻ ഈസ് ബിറ്റ്വീൻ പി ആൻഡ് പി എൻ ഫോർ ഈച്ച് എൻ. സോ സീറ്റ എൻ കൺവേർജസ് ടു പി. സീറ്റ എന്നും പിയിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് പി എൻ ഈസ് ഈക്വൽ ടു പി എൻ പ്ലസ് 1 limit n tends to infinity, Pn is equal to limit n tends to infinity, Pn plus 1 equal to limit g of Pn equal to g of limit Pn. അപ്പോൾ P is equal to g of P എന്നുള്ളത് വെരിഫൈഡ് ആയി. ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടും Pn plus 1 limit n tends to infinity, Pn plus 1 minus P by mod Pn minus P whole square is equal to G double dash of P by 2. This result implies that the sequence Pn quadratically convergent if G double dash of P not equal to 0 and of higher order convergence if G double dash of P is equal to 0. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് കൺവേർജൻസും ഹയർ ഓർഡർ കൺവേർജൻസും എന്താണെന്ന് നോക്കാം. ഒരു മെട്രിക് സ്പേസിലെ സീക്വൻസ് എക്സ് ഐ ക്വാഡ്രാറ്റിക് കൺവേർജന്റ് ആണെന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് ഐ പ്ലസ് 1 കോമ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് ലെസ് ആൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ഡി ഓഫ് എക്സ് ഐ കോമ എക്സ് സ്റ്റാർ സ്ക്വയർ ആവുമ്പോഴാണ് ക്വാഡ്രാറ്റിക് കൺവേർജൻസ് എന്ന് പറയുന്നത് ഫോർ ഓൾ ഐ. ഇനി അത് കൺവേർജൻസ് ഓർഡർ പി എന്ന് പറയുന്നത്, അതായത് ഹയർ ഓർഡർ കൺവേർജൻസ് എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് ഐ പ്ലസ് 1 കോമ എക്സ് സ്റ്റാർ ലെസ് ആൻ ഈക്വൽ ടു സി ഇൻറ്റു ഡി ഓഫ് എക്സ് ഐ കോമ എക്സ് സ്റ്റാർ ഹോൾ റൈസ് ടു പി എന്ന് പറയുമ്പോഴാണ്. അവിടെ 2ന്റെ പൊസിഷനിൽ ഇവിടെ പി വരുമ്പോഴാണ് ഹയർ ഓർഡർ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇനി ബിക്കോസ് ജി ഡബിൾ ഡാഷ് ഈസ്, അപ്പൊ ഇവിടെ ഈ കേസിനകത്ത് ജി ഡബിൾ ഡാഷ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആവുമ്പോൾ ഇത് ലാംഡ വാല്യൂ ആയിട്ട് എടുത്തിട്ട് ഇത് ക്വാഡ്രാറ്റിക് കൺവേർജൻസ് ആവും. ഇനി ഇത് 0 ആവുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വേറെ വാല്യൂസ് വന്നിട്ട് ഇത് എന്താവും? ഹയർ ഓർഡർ കൺവേർജൻസ് ആവും. ബിക്കോസ് ജി ഡബിൾ ഡാഷ് ഈസ് കണ്ടിന്യൂസ് and strictly bounded by m on the interval p minus delta comma p plus delta for sufficiently large n. നമുക്ക് എന്തുണ്ട്? പി എൻ മൈനസ് പി, ഇവിടെ നിന്ന് ഈ ജി ഡബിൾ ഡാഷ് ഓഫ് പി എന്ന് പറയുന്നത് ലെസ് ആൻ എം ആണ്. അപ്പൊ ഇതിന്റെ ഭാഗത്ത് ലെസ് ആൻ എം ബൈ 2, ഇതിന്റെ പൊസിഷനിൽ എം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലെസ് ദാൻ m by 2 എന്ന് വരും. എന്നിട്ട് ഈ പി എൻ മൈനസ് പി സ്ക്വയറിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പി എൻ പ്ലസ് 1 മൈനസ് പി ലെസ് ദാൻ എം ബൈ 2 ഇൻറ്റു പി എൻ മൈനസ് പി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. Theorems 2.5 and 2.6 tells us that our search for quadratically convergent fixed point methods should points in the direction of functions whose derivatives are 0 at the fixed point. അതായത് ജി ഡാഷ് ഓഫ് പി 0 ആവുന്ന ഫങ്ഷൻസിനാണ് നമുക്കിത് ആപ്ലിക്കബിൾ. ഇനി
ഫിക്സഡ് പോയിന്റ് മെത്തേഡ് ക്വാഡ്രാറ്റിക്കലി കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജി ഓഫ് പി ഇസ് ഈക്വൽ ടു പി എന്നും എവിടെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ജി ഡാഷ് ഓഫ് പി ഈക്വൽ ടു പി എന്നാണ് എഴുതിയിരിക്കുന്നത്. ജി ഓഫ് പി ഇസ് ഈക്വൽ ടു പി ആണ്. ജി ഓഫ് പി ഇസ് ഈക്വൽ ടു പി എന്നും ജി ഡാഷ് ഓഫ് പി ഇസ് ഈക്വൽ ടു 0 എന്നുമാണ് വരേണ്ടത്. Easiest way to construct a fixed point problem associated with a root finding problem f of x equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ add and subtract a multiple of f of x from x, x minus phi of x into f of x അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. പി എൻ ഈസ് ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. g of x is equal to x minus phi of x into f of x, where phi is differentiable function that will be chosen later. For the iterative procedure derived from g to be quadratically convergent, we need to have g dash of p is equal to 0 and f of p is equal to 0. Because g dash of x equal to 1 minus phi dash of x into f of x minus f dash of x into phi of x. അല്ലേ? ജി ഓഫ് എക്സ് നമ്മൾ ഇങ്ങനെയാണ് എടുത്തത്. എക്സിൽ നിന്ന് എഫ് ഓഫ് എക്സിന്റെ ഒരു മൾട്ടിപ്പിള് വേറൊരു ഫംഗ്ഷന്റെ മൾട്ടിപ്പിള് ആയിട്ട് സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഫൈ ഓഫ് എക്സിന്റെ എഫ് ഓഫ് എക്സ് എന്നാക്കി. അതിൽ നിന്ന് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് 1 ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ഫൈ ഡാഷ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ്. അവിടെ ടെക്സ്റ്റിൽ ഫൈ ഓഫ് എക്സിനെ കൊടുത്തിട്ടുള്ളൂ, ഫൈ ഡാഷ് ഉണ്ട്. ഫൈ ഡാഷ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈ ഓഫ് എക്സ് എന്ന് വരും. ഇനി എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ജി ഡാഷ് ഓഫ് പി എന്തായിരിക്കും? ഇവിടെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് 0 ആയി മാറും. അപ്പൊ 1 മൈനസ് എഫ് ഡാഷ് ഓഫ് പി ഫൈ ഓഫ് പി എന്നാണ്. ഇനി ജി ഡാഷ് ഓഫ് പി 0 ഇഫ് ആൻഡ് ഓൺലി ഫൈ ഓഫ് പി ഈക്വൽ ടു 1 by f of p. g dash of p 0 ആവണമെങ്കിൽ എന്താവണം? ഈ പാർട്ടും 0 ആവണം. ഈ പാർട്ട് 0 ആവാന്ന് പറഞ്ഞാൽ phi of p equal to 1 by f dash of p ആവണം. If we let phi of x is equal to 1 by f dash of x, then we will ensure phi of p is equal to 1 by f dash of p and produce quadratically convergent procedure. Pn is equal to g of pn minus 1 equal to pn minus 1 minus f of pn minus 1 by f dash of pn minus 1. X is equal to pn minus 1. Phi of x minus phi of pn minus 1 is equal to 1 by f dash of pn minus 1. f of x equal to f of pn minus 1 എന്നുള്ളതാണ് വരിക. ഇതിനെയാണ് this is of course simply Newton's method. ഇത് നമ്മൾ ന്യൂട്ടൺസ് മെത്തേഡിൽ പഠിച്ച അതേ കാര്യമാണ്. ഇനി if f of p is equal to 0 and f dash of p not equal to 0, then for starting value sufficiently close to p, Newton's method will converge at least quadratically. Newton's method at least quadratically എങ്കിലും കൺവേർജ് ചെയ്യും റൂട്ടിലേക്ക്. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ഓരോ മെത്തേഡ് പഠിച്ചതിലും എങ്ങനെയാണ് നമ്മളുടെ ആ മെത്തേഡ് റൂട്ടിലേക്ക് കൺവേർജ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്നാണ് നോക്കുന്നത്. ക്വാഡ്രാറ്റിക്കലി ആണോ ലീനിയർലി ആണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞു ന്യൂട്ടൺസ് മെത്തേഡ് അറ്റ്ലീസ്റ്റ് ക്വാഡ്രാറ്റിക്കലി കൺവേർട്ട് ചെയ്യുന്നു. ഇനി മൾട്ടിപ്പിൾ റൂട്ട്സ് വരുന്ന കേസ്. In the preceding discussion, the restriction was made that f dash of p not equal to 0 where p is the solution to f of x equal to 0. f dash of p not equal to 0 ആണ്. ആ റെസ്ട്രിക്ഷൻ നമ്മൾ എടുത്തിരുന്നു. വേർ എഫ് ഓഫ് പി ഈക്വൽ ടു 0 എന്നുള്ള വരുന്ന കേസിൽ ന്യൂട്ടൺസ് മെത്തേഡിലും സീക്കൻഡ് മെത്തേഡിലും എഫ് ഡാഷ് ഓഫ് പി ഈക്വൽ ടു 0 ആയിരിക്കും എഫ് ഓഫ് പി ഈക്വൽ ടു 0 ആണെങ്കിൽ. ഇനി അടുത്ത ഡെഫിനിഷൻ ആയിട്ട് വരുന്നത് solution p of f of x equal to 0 is 0 of multiplicity m of f. If for x not equal to p, we can write f of x equal to x minus p whole raised to m q of x, where limit x tends to p, q of x not equal to 0.
അതായത് എ സൊല്യൂഷൻ, അതിൻ്റെ സൊല്യൂഷൻ പി എന്ന് പറയുന്നത് സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് അല്ലെങ്കിൽ സീറോ എന്നൊക്കെ പറയുന്ന ഒരേ സംഭവമാണല്ലോ. അതായത് മൾട്ടിപ്ലിസിറ്റി എം ഓഫ് എഫ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് പി ഹോൾ റൈസ് ടു എം ക്യൂ ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സിനെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റണം. ഇപ്പം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പി അതിൻ്റെ ഒരു റൂട്ട് ആണെങ്കിൽ നമുക്ക് എക്സ് മൈനസ് പി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പൊ എക്സ് മൈനസ് പി ഇൻറ്റു ക്യൂ ഓഫ് എക്സ്, എക്സ് മൈനസ് പി അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും, എഫ് ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും എക്സ് മൈനസ് പി എന്ന് പറയുന്നത്, പി സൊല്യൂഷൻ ആണെങ്കിൽ, പി റൂട്ട് ആണെങ്കിൽ. അപ്പോൾ അത് എം ടൈംസ് റൂട്ട് ആണെങ്കിൽ, അതായത് സീറോ ഓഫ് മൾട്ടിപ്ലിസിറ്റി എം ആണെങ്കിൽ എക്സ് മൈനസ് പി ഹോൾ റൈസ് ടു എം അതിൻ്റെ ഫാക്ടർ ആയിരിക്കും. അതായത് അത്രേ ഉള്ളൂ, നമ്മൾ സിമ്പിൾ ആയിട്ട് ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ ഒരു തിയറം നമുക്ക് നോക്കാം. Function f belong to C1 of a comma b has symbol 0 of p in ab if and only if f of p is equal to 0 but f dash of p not equal to 0. If f has symbol 0 at p, symbol 0 എന്ന് പറഞ്ഞാൽ 0 of order അല്ലെങ്കിൽ multiplicity 1, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. 1 ആയത് കാരണം, മൾട്ടിപ്ലിസിറ്റി 1 ആയത് കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് പി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പി, ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സിൻസ് എഫ് ബിലോങ് ടു C1 ഓഫ് എ ബി, എഫ് ഡാഷ് ഓഫ് പി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പി എഫ് ഡാഷ് ഓഫ് എക്സ് equal to limit x tends to p q of x into q of x plus x minus p into q dash of x. അതെന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു പി ക്യൂ ഓഫ് എക്സ് ആയിരിക്കും. കാരണം എക്സ് ടെൻസ് ടു പി എക്സ് മൈനസ് പി ക്യൂ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇത് നോൺ സീറോ ആണ്. അതാണിപ്പോൾ ഒരു സൈഡ്. ഇനി കോൺവേഴ്സ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡാഷ് ഓഫ് പി ഈസ് നോട്ട് 0 ആണെങ്കിൽ എന്താണ്? നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പ്രൂവ് ചെയ്തത് എഫ് ഡാഷ് ഓഫ് പി നോട്ട് 0 ആണ് എന്നുള്ളതാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് പി 0 ആയിരിക്കും. സിമ്പിൾ 0 ആണെങ്കിൽ തന്നെ എഫ് ഓഫ് പി 0 ആയിരിക്കും. പിന്നെ എഫ് ഡാഷ് ഓഫ് പി എന്നുള്ളത് നോൺ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. കോൺവേഴ്സ് പാർട്ടിൽ എഫ് ഓഫ് പി 0 ആണ്, എഫ് ഡാഷ് ഓഫ് പി നോൺ 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി എഫിന്റെ 0th ടൈലർ പോളിനോമിയൽ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി പ്ലസ് എഫ് ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് പി എന്ന് എഴുതാം. അത് എക്സ് മൈനസ് പി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ് എന്ന് കിട്ടും. സീറ്റ ഓഫ് എക്സ് ഈസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് പി സിൻസ് എഫ് ബിലോങ് ടു സി ഡാഷ് ഓഫ് എ ബി. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? ഫംഗ്ഷൻ സിമ്പിൾ റൂട്ട് സിമ്പിൾ 0 അറ്റ് പി ഉണ്ട് എന്നാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പി എഫ് ഡാഷ് ഓഫ് സീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പി സീറ്റ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് പി നോട്ട് 0. അപ്പൊ ക്യൂ ഈക്വൽ ടു എഫ് ഡാഷ് കോമ്പോസിറ്റ് സീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് പി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എടുക്കാൻ പറ്റും. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു പി ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പം എഫിന് സിമ്പിൾ റൂട്ട് ഉണ്ട് എന്ന് മനസ്സിലായി. ലിമിറ്റ് എക്സ് ടെൻസ് ടു പി ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയത് കാരണം ഇതിൻ്റെ എഫ് ഓഫ് എക്സിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ് മൈനസ് പി ഒരു ഫാക്ടർ, ക്യൂ ഓഫ് എക്സ് ഒരു ഫാക്ടർ. ഈ ക്യൂ ഓഫ് എക്സിൽ ക്യൂ ഓഫ് പി എന്നുള്ളത് 0 അല്ല, ലിമിറ്റ് എക്സ് ടെൻസ് ടു പി ക്യൂ ഓഫ് എക്സ് എന്നുള്ളത് 0 അല്ല. അപ്പൊ ഈ ഒരു പാർട്ടിന് മാത്രമേ ഇവിടെ 0 വരുന്നുള്ളൂ. അപ്പൊ ഒറ്റ തവണയെ 0 വരുന്നുള്ളൂ. അപ്പോൾ എക്സ് മൈനസ് പി എന്നുള്ള ഫാക്ടർ ഒരു തവണയെ വരുന്നുള്ളൂ. അപ്പൊ സിമ്പിൾ 0 അറ്റ് പി എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു തിയറം പറയാം. അതിന്റെ പ്രൂഫിന്റെ ഔട്ട്ലൈൻ പറയാം. പ്രൂഫ് വിശദമായിട്ട് നമുക്ക് പഠിക്കാനില്ല. The function f belong to Cn of AB has 0 of multiplicity m at p in AB if and only if 0 is equal to f of p is equal to f dash of p is equal to
f double dash of p etc. equal to f m raised to m minus 1 raised to f raised to m minus 1 of p, but f raised to m of p is not 0. The result in theorem 2.8 implies that an interval above p exists where Newton's method converges quadratically to p for any initial approximation p not equal to p, provided that p is a simple zero. The following example shows that quadratic convergence might not occur if the zero is not simple. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാം? ഫോർവേഡ് ഡയറക്ഷൻ്റെ തിയറത്തിൻ്റെ പ്രൂഫ് ഫോർവേഡ് ഡയറക്ഷനിൽ നമ്മൾ എഫിൻ്റെ ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യാം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സീറോ മൾട്ടിപ്ലിസിറ്റി എം ആണെങ്കിൽ എന്തായിരിക്കും? എഫ് എം ഓഫ് പി എന്ന് പറയുന്നത് സീറോ ആവില്ല, കാരണം അതിൽ മാത്രം ഒരു നോൺ സീറോ കോഎഫിഷ്യന്റ് ഉണ്ടാവും, ബാക്കി എല്ലാ ടേമും സീറോ ആവും. ഇനി കോൺവേഴ്സ് പാർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടൈലർ എക്സ്പാൻഷൻ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇതാണ് അതിൽ തിയറത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് മൈനസ് 1. ഈ എഫിന് എഫ് ആസ് സീറോ ഓഫ് മൾട്ടിപ്ലിസിറ്റി 2 അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് പാർട്ട് ഇസ് ന്യൂട്ടൺസ് മെത്തേഡ് വിത്ത് പി നോട്ട് ഈക്വൽ ടു 1 കൺവേർജസ് ടു ദിസ് 0 ബട്ട് നോട്ട് ക്വാഡ്രാറ്റിക്കലി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് മൈനസ് 1. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു എഫ് ഡാഷ് ഓഫ് മുകളിലല്ല കേട്ടോ, എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ചെറിയ ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഉണ്ട് ടെക്സ്റ്റിൽ. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ഇ റൈസ് ടു എക്സ് മൈനസ് 1 ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0 ആണ് കേട്ടോ. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് -1 ഇ റൈസ് ടു 0 -1. ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1, 1 - 1 എന്ന് പറയുന്നത് 0 ആണ്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ്. തിയറം 2.8 വെച്ചിട്ട് നമുക്കറിയാം എഫിന് 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി 2 ഉണ്ട് എന്നുള്ളത്. ഏത് കണ്ടീഷൻ വെച്ചിട്ട്? എഫ് റൈസ് ടു 2 ഓഫ് 0 ഈസ് നോട്ട് 0. കാരണം നമ്മളിവിടെ ശ്രദ്ധിച്ചല്ലോ, ഇത് നോൺ സീറോ ആണ്, ഇത് ഈക്വൽ ടു 0 ആണ്. ഇത് 0 ആണ്, ഇത് 0 ആണ്. അപ്പൊ ഇത് രണ്ടും 0 ആണ്, ഇത് നോൺ സീറോ ആണ്. അതുകൊണ്ട് തിയറം 2.8 വെച്ചിട്ട് ഇതിന് 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി 2 ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് പ്രൂഫ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് 2 ടേംസ് ജനറേറ്റഡ് ബൈ ന്യൂട്ടൺസ് മെത്തേഡ്. പി നോട്ട് ഈക്വൽ ടു 1 ആയിട്ട് എടുക്കാം. അപ്പൊ P1 ഈക്വൽ ടു എന്താ വരിക? P0 മൈനസ് എഫ് ഓഫ് P0 ബൈ എഫ് ഡാഷ് ഓഫ് P0, 1 മൈനസ് ഇ മൈനസ് 2 ബൈ ഇ മൈനസ് 1. അത് ചെയ്ത് നോക്കിയാൽ മതി, വാല്യൂ ഇതായിരിക്കും കിട്ടുക. P2 ഈക്വൽ ടു P1 minus f of P1 by f dash of P1 equal to 0.58198 minus 0.20760 by 0.78951. അപ്പോൾ ഫസ്റ്റ് 8 ടേംസ് ഓഫ് ദി സീക്വൻസ് ജനറേറ്റഡ് ബൈ ന്യൂട്ടൺസ് മെത്തേഡിനെ നമ്മൾ ടേബിളേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ സീക്വൻസ് ക്ലിയർലി സീറോയിലേക്ക് കൺവേർജ് ചെയ്യും, പക്ഷെ ക്വാഡ്രാറ്റിക് കൺവേർജൻസ് അല്ല. ഇതാണ് അതിൻ്റെ ഗ്രാഫ്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇതാണ് അതിൻ്റെ ടേബിള്. One method of handling the problem of multiple roots of a function is to define mu of x equal to f of x by f dash of x. P is of 0 of multiplicity m ആണെങ്കിൽ f of x equal to x minus p whole raised to m into q of x എടുക്കുക. Then mu of x equal to x minus p whole raised to m q of x by x minus m into x minus p whole raised to m minus 1 q of x plus x minus p whole raised to m q dash of x equal to x minus p into q dash of q of x by m into q of x plus x minus ഇതിനെ ജസ്റ്റ് എഴുതാം, x minus p into q dash of x also has 0 at p. However, q of p not 0. So q of p is by m into q of p plus p minus p into q dash of p is equal to 1 by m is not 0. So p is a simple 0 of mu of x. Newton's method apply ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും. g of x equal to x minus f of x f dash of x into f by f dash of x whole square minus f of x into f double dash of x. If g has required continuity condition, the functional iteration applied to g will be quadratically convergent regardless of the multiplicity of the 0 of f. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ 1ൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് 1 ആസ് 0 ഓഫ് മൾട്ടിപ്ലിസിറ്റി 2 അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് കാണിച്ചിരുന്നു. ആൻഡ് ന്യൂട്ടൺസ് മെത്തേഡ് വിത്ത് പി നോട്ട് ഈക്വൽ ടു 1 കൺവേർജസ് ടു 0 നോട്ട് ക്വാഡ്രാറ്റിക്കലി എന്നാണ്. ഇനി മോഡിഫിക്കേഷൻ ഓഫ് ന്യൂട്ടൺസ് മെത്തേഡ് റേറ്റ് ഓഫ് കൺവേർജൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് കാണിക്കേണ്ടത്. അത് നമ്മൾ ഈ മെത്തേഡിൽ അപ്ലൈ ചെയ്യുക. ഇപ്പം നമുക്ക് കിട്ടിയ ജി ഓഫ് എക്സിൻ്റെ ഇത് അപ്ലൈ ചെയ്യാം. f p1 equal to p naught minus f of p naught p dash of 0 p naught by p dash of p naught square minus p of p naught f of p naught f double dash of p naught apply ചെയ്തിട്ട് വാല്യൂ എടുക്കുക. This is considerably close to 0 and than the first term using Newton's method, which was 0.58918. Table 2.11 lists the first 5 approximations to the double 0 at x equal to 0. ഇതാണ് ആ ടേബിൾ ഒന്ന് നോക്കണം. ഇനിയൊരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. സെക്ഷൻ 2.2ൽ നമ്മൾ നോക്കി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ മൈനസ് 10 ഈസ് ഈക്വൽ ടു 0ൽ അതിൻ്റെ വാല്യൂവിൽ പി ഇസ് ഈക്വൽ ടു 1.365230001 ആണെന്നുള്ളത്. ഇവിടെ നമ്മൾ അതിൻ്റെ കൺവേർജൻസ് കമ്പയർ ചെയ്യാണ് വിത്ത് സിമ്പിൾ 0 യൂസിങ് ന്യൂട്ടൺസ് മെത്തേഡ് ആൻഡ് മോഡിഫൈഡ് ന്യൂട്ടൺസ് മെത്തേഡ്. നമുക്ക് ഒരു മെത്തേഡ് കൂടി ഉണ്ട്, മോഡിഫൈഡ് ന്യൂട്ടൺസ് മെത്തേഡ്. അപ്പോൾ പി എൻ ഈക്വൽ ടു ന്യൂട്ടൺസ് മെത്തേഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഫംഗ്ഷന്, ഈ ഗിവൺ ഫംഗ്ഷന് ഇങ്ങനെ കിട്ടും. മുകളിൽ ആ ഫംഗ്ഷൻ വാല്യൂ, താഴത്ത് അതിൻ്റെ ഡെറിവേറ്റീവ്. മോഡിഫൈഡ് ന്യൂട്ടൺസ് മെത്തേഡിൽ നമുക്കിപ്പോൾ കിട്ടിയ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നുള്ളതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ. ഇനി പി നോട്ട് ഈക്വൽ ടു 1.5 ആകുമ്പോൾ P1 equal to 1.373333 എന്ന് വരും. P2ന് ഇങ്ങനെ വാല്യൂ വരും, P3ക്ക് ഇങ്ങനെ വരും. മോഡിഫൈഡ് ന്യൂട്ടണിന് ഇതേപോലെ ഓരോ ഐട്രേഷനിൽ ഓരോ ഐട്രേഷനിൽ ഓരോ സ്റ്റെപ്പിൽ ഈ വാല്യൂസ് കിട്ടും. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. Both methods are rapidly convergent to actual 0.
which is given by both methods at P3. P3യിലായിരിക്കും ആക്ച്വൽ കൺവേർജൻസ് കിട്ടുക. രണ്ടിനും സെയിം വാല്യൂസ് അല്ലേ വരുന്നത്, അവിടെ വെച്ചിട്ടാണ് കൺവേർജൻസ് നടക്കുന്നത്. ബോത്തിലും രണ്ട് മെത്തേഡിലും റാപ്പിഡ് കൺവേർജൻസ് നടക്കുന്നുണ്ട്. കൺവേർജൻസ് പോയിന്റ് വരുന്നത് P3 ആണ്. സിമ്പിൾ സീറോയില് ഒറിജിനൽ ന്യൂട്ടൺസ് മെത്തേഡിന് സബ്സ്റ്റൻഷ്യലി ലെസ് കമ്പ്യൂട്ടേഷൻ ആണ് ആവശ്യമുള്ളൂ, മറ്റേതിന് കുറച്ചും കൂടെ കൂടുതൽ കമ്പ്യൂട്ടേഷൻ ആവശ്യമുണ്ട്. ഇനി അടുത്തൊരു ഡെഫിനിഷൻ. For a given sequence Pn, the forward difference delta Pn is defined by delta Pn is equal to Pn plus 1 minus Pn for n greater than or equal to 0. Higher powers of the operator delta are defined recursively by delta power k Pn equal to just delta Pn എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഡെൽറ്റ Pn എന്ന് പറയുന്നത് Pn plus 1 minus Pn. ഡെൽറ്റ സ്ക്വയർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്നും കൂടെ ഡെൽറ്റ ചെയ്യും. അപ്പം ഡെൽറ്റ Pn plus 1 മൈനസ് ഡെൽറ്റ Pn. അപ്പം എന്താവും Pn plus 2 മൈനസ് Pn plus 1 പ്ലസ് Pn മൈനസ് Pn plus 1 പ്ലസ് Pn എന്ന് വരും. അപ്പം എന്താ വരിക ഡെൽറ്റ, അപ്പം Pn plus 2 മൈനസ് 2 Pn plus 1 പ്ലസ് Pn എന്ന് വരും. അങ്ങനെയാണ് ഡെൽറ്റ സ്ക്വയർ Pn വരുന്നത്. ഇതാ ഇവിടെ ഉണ്ട്. അതേപോലെ ഹയർ പവേഴ്സ് അതിനെ വീണ്ടും ഡെൽറ്റ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഓരോ ടേംസിനും ഡെൽറ്റ വീണ്ടും അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ആദ്യത്തെ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡെൽറ്റ Pn ഈക്വൽ ടു Pn plus 1 മൈനസ് Pn മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയുള്ളത് ഓരോ ടേമിനും ഡെൽറ്റ അപ്ലൈ ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ന്യൂട്ടൺസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫൈൻഡ് സൊല്യൂഷൻസ് അക്യുറേറ്റ് ടു വിതിൻ 10⁻⁻⁵. റിപ്പീറ്റ് യൂസിങ് മോഡിഫൈഡ് ന്യൂട്ടൺസ് മെത്തേഡ് ഓൾസോ. ടെൽ വിച്ച് മെത്തേഡ് ഹാസ് റാപ്പിഡ് കൺവേർജൻസ്. കുറച്ച് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇന്റർപോളേഷൻ ആൻഡ് പോളിനോമിയൽ അപ്രോക്സിമേഷൻ ആണ്. അത് അടുത്ത വീഡിയോയിൽ അയച്ചു തരാം. ഇത് നിങ്ങൾ റെക്കോർഡിംഗ് കേട്ട് നോക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.